നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് അന്നേരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഒരേ ഒരു വാമനമൂർത്തി ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഒരേ ഒരു വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? തൃക്കാക്കര ക്ഷേത്രമാണ്. തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. തൃക്കാക്കര ക്ഷേത്രം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഏതാണ്? തൃക്കാക്കര ക്ഷേത്രമാണ്. തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമാണിത്, തൃക്കാക്കര ക്ഷേത്രം. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം, കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മലനട ക്ഷേത്രമാണ്. കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം മലനടയാണ്. മലനട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. ഇവിടെ അടുത്ത സ്ഥലമാണ് മലനട. നമ്മുടെ വീടിൻ്റെ അടുത്ത സ്ഥലമാണ്. ഇവിടുന്ന് 20 രൂപ 25 രൂപ പോയിന്റ് ദൂരമേ ഉള്ളൂ മലനടയ്ക്ക്. അതുപോലെ പറയുകയാണെങ്കിൽ മലനട ഉത്സവം മലക്കുട എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഏത്? മലക്കുട ഉത്സവം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവമാണ് ഇത്, മലക്കുട. മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് മലനടയിൽ ഉത്സവം ആഘോഷിക്കുന്നത്. മീനത്തിൽ 2ാം വെള്ളി, മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച. അതുപോലെ പറയുകയാണ് കേരളത്തിലെ ഒരേ ഒരു സീതാദേവി ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഒരേ ഒരു സീതാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി എവിടെയാണ്? വയനാട്. എവിടെയാണ്? വയനാട്. കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രം എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവല്ലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ പൊങ്കാല ഏതാണെന്ന് അറിയാമോ? തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊങ്കാല മഹോത്സവം എന്ന് പറഞ്ഞാൽ കരിക്കകം പൊങ്കാലയാണ്. കരിക്കകം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ ഒരു വലിയ ഒരു പൊങ്കാല ഉത്സവമാണ് എവിടെ നടക്കുന്നത്? ചക്കുളത്താവിൽ നടക്കുന്ന പൊങ്കാല കേട്ടോ. ചക്കുളത്താവിൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയെ പോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പൊങ്കാല മഹോത്സവമാണിത്, ചക്കുളത്ത് കാവിൽ നടക്കുന്ന പൊങ്കാല. അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം ഏതാണ്? കൽപ്പാത്തി രഥോത്സവമാണ്. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം ഏതാണ്? കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം എന്ന് പറഞ്ഞാൽ പെരുമൺ തേരാണ്. പെരുമൺ തേര് നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. പെരുമൺ ശ്രീ ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് പെരുമൺ തേരുത്സവം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ക്ഷേത്രം ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. ഇതാണ് ചെട്ടികുളങ്ങര. ജില്ല ഏതാണ്? ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം ചെട്ടികുളങ്ങര ഭരണിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ മലക്കുട എന്ന് പറയുകയുണ്ടായി. ചെട്ടികുളങ്ങര ഭരണി പോലെ തന്നെ ഒരു ഉത്സവമാണിത്, മലക്കുട ഉത്സവം. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം ഏതാണ്? ചെട്ടികുളങ്ങര ഭരണിയാണ്. കുംഭമാസത്തിലെ ഭരണിയാണ് ചെട്ടികുളങ്ങര ഉത്സവം. അതുപോലെ തന്നെ മീനഭരണി കൊടുങ്ങല്ലൂർ ഭരണിയാണ് കേട്ടോ. മീനഭരണി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രം ഏതാണ്? അത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ലയാണ്. കൊടുങ്ങല്ലൂർ ഏത് ജില്ലയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂർ ശിവക്ഷേത്രമാണ്. ഞാൻ 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഏറ്റുമാനൂർ 3 പ്രാവശ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഇവിടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോവുകയുണ്ടായി. പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് വെക്കാനായിട്ട് ഏറ്റുമാനൂർ പോവുകയുണ്ടായി. അങ്ങനെ പോയ സമയത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തൊഴാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്, അത് പറഞ്ഞാണേ.
അതുപോലെ തന്നെ ഇന്ന് കേരളത്തെ ഏറ്റവും കൂടുതൽ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്തുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക കേട്ടോ. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ.